ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോര് കാച്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതായി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇത്തിരി ചേർത്തിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറുതായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട, ഇത്തിരി ചേർത്താൽ മതി. അപ്പോൾ ഇച്ചിരി ഫ്ലെയിം കുറയ്ക്കാം. ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തൈര് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഒരുപാട് ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ ഇത് ആയിക്കോളും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് മോര് കാച്ചിയത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.